കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിയും. ശ്രീമദ് ഭാഗവതം കഥാവിചാരത്തിൽ തൃതീയ സ്കന്ധത്തിലെ 7-ാം അധ്യായമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. വിതുര മൈത്രേയ സംവാദമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. മൈത്രേയ മഹർഷി സൃഷ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും ഉപദേശിച്ചു കേട്ട സമയത്ത് വിതുരൻ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ബ്രഹ്മജ്ഞനായ ഹേ മഹർഷി, ഭഗവാൻ ജ്ഞാനമാത്ര സ്വരൂപനും നിർവികാരനും 3 ഗുണങ്ങളും ഇല്ലാത്തവനുമല്ലേ? അങ്ങനെയുള്ള ഭഗവാന് ലീലയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും കർമ്മങ്ങൾ എന്നുള്ളത് എങ്ങനെ യോജിക്കും? ചിലപ്പോൾ കുട്ടിയുടെ കളി പോലെയാണ് ഭഗവാന്റെ സൃഷ്ടി എന്ന് പറയുന്നു. പക്ഷെ അതും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ട്. കാരണം ഒരു കുട്ടിക്ക് കളിക്കാൻ തോന്നുന്നത് ആഗ്രഹം കൊണ്ടാണല്ലോ. നിത്യതൃപ്തനും എല്ലാത്തിൽ നിന്നും നിവർത്തിച്ചവനുമല്ലേ ഭഗവാൻ. അങ്ങനെയുള്ള അവിടത്തേക്ക് എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടാവുക? സർവേശ്വരനായ ഭഗവാൻ 3 ഗുണങ്ങളോടുകൂടിയ തൻ്റെ മായ കൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് എന്ന് അവിടുന്ന് പറഞ്ഞു. പരമാത്മാവായ ഭഗവാൻ ദേശം, കാലം, അവസ്ഥിതി ഇവ കൊണ്ടും മറ്റു വസ്തുക്കളോടുള്ള ചേർച്ച കൊണ്ടും ജ്ഞാനത്തിന് മുറിവില്ലാത്തവനല്ലേ? അങ്ങനെയുള്ള പരമാത്മാവ് മായയോട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഏകനായ പരമാത്മാവല്ലേ ഓരോ ശരീരത്തിലും പ്രത്യേകം പ്രത്യേകം ജീവനായി സ്ഥിതി ചെയ്യുന്നത്? ആ ജീവന് സ്വരൂപഭ്രംശമോ കർമ്മങ്ങളെ കൊണ്ട് സംസാര ദുഃഖമോ എങ്ങനെ ഉണ്ടാവാനാണ്? അജ്ഞാനത്താൽ ഉണ്ടായ ഈ വക സംശയങ്ങളെ കൊണ്ട് എൻ്റെ മനസ്സ് ദുഃഖിതമാണ്. ഹേ മഹാത്മാവേ, എൻ്റെ മനസ്സിൻ്റെ ഈ വിഷമത്തെ തീർത്തു തരാൻ ദയ കാണിക്കണേ. ഇവിടെ 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് പ്രധാനമായിട്ടും. ഒന്നാമത്തത്, ഭഗവാൻ എങ്ങനെയാണ് ഈ സൃഷ്ടികർമ്മങ്ങളെ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഭഗവാൻ ജ്ഞാനമാത്ര സ്വരൂപനാണ്, നിർവികാരനാണ്, ഗുണങ്ങളില്ലാത്തവനാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാന് ഈ കർമ്മങ്ങൾ എന്നുള്ളത് എങ്ങനെ യോജിക്കും? കാരണം സൃഷ്ടി എന്നുള്ളതൊരു കർമ്മമാണല്ലോ. അപ്പോൾ അതൊരു ലീലയ്ക്ക് വേണ്ടിയാണ്. എപ്രകാരമാണോ കുഞ്ഞുങ്ങൾ കളിക്കുന്നത്, അവർക്ക് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ അവർ സ്വയം കളിക്കുന്നുണ്ട്. അങ്ങനെ സ്വയം ഒരു ലീലയായിട്ടാണ് ഈ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാകുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം കുട്ടികൾക്ക് കളിയിലൂടെ ഒരു ആനന്ദം കിട്ടുന്നത് കൊണ്ടാണല്ലോ, തൃപ്തി കിട്ടുന്നത് കൊണ്ടാണല്ലോ കുട്ടികൾ കളിക്കുന്നത്. എന്നാൽ ഭഗവാനാകട്ടെ നിത്യതൃപ്തനായിട്ടുള്ള ആളാണ്, എല്ലാറ്റിൽ നിന്നും നിവർത്തിച്ചവനാണ്. അങ്ങനെയുള്ള ഭഗവാന് ഈ ലീല കൊണ്ട് എങ്ങനെ സന്തോഷമുണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ പരമാത്മാവ് രണ്ടാമത്തതായിട്ടുള്ളൊരു ചോദ്യം എന്നുള്ളത്, സർവേശ്വരനായ ഭഗവാൻ തൻ്റെ മായ കൊണ്ട്, ത്രിഗുണങ്ങളോടുകൂടിയ മായ കൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭഗവാൻ എങ്ങനെ മായയുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. കാരണം ജ്ഞാനത്തിന് യാതൊരു മുറിവുമില്ലാത്തവനാണ് ഭഗവാൻ. ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ മായയെ അതിവർത്തിക്കാമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിന് യാതൊരു മുറിവുമില്ലാതെ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാന് എങ്ങനെയാണ് മായയുമായിട്ട് ചേർച്ചയുണ്ടാകുന്നത്? ഇനി ജീവന്റെ കാര്യമാണെങ്കിൽ, ജീവൻ എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഏകനായ പരമാത്മാവ് തന്നെയല്ലേ ഓരോ ശരീരത്തിലും പ്രത്യേകം ജീവനായി സ്ഥിതി ചെയ്യുന്നത്. ആ ജീവൻ എങ്ങനെയാണ് സ്വരൂപത്തിൽ നിന്ന് ഭ്രംശമുണ്ടാകുക? സ്വരൂപ വിസ്മൃതി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കർമ്മങ്ങളെ കൊണ്ട് സംസാര ദുഃഖം എങ്ങനെയുണ്ടാവുക? കാരണം ജീവൻ എന്നുള്ളത് ഈശ്വരാംശം തന്നെയാണ്. ഈ വക സംശയങ്ങളെ തീർത്തു തരണം എന്ന് പറയുന്നു. പരമാർത്ഥ തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച വിതുരൻ ഈ രീതിയിൽ ചോദിച്ചപ്പോൾ ഭഗവാനിൽ മനസ്സുറപ്പിച്ചവനും അഹങ്കാരത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവനുമായിട്ടുള്ള മൈത്രേയ മഹർഷി
ഒരു പുഞ്ചിരി തൂകിക്കൊണ്ട് മറുപടി പറയുകയാണ്, വിതുര, മായാഗുണങ്ങളിൽ നിന്ന് മുക്തനായ ആത്മാവിന് സ്വരൂപവിസ്മൃതിയും ദൈന്യവും ബന്ധവും സംഭവിക്കുന്നത് ഈശ്വരൻ്റെ മായ കൊണ്ടാണ്. മായാഗുണങ്ങളിൽ നിന്ന് മുക്തനാണ് ആത്മാവ്. ആ ആത്മാവിന് സ്വരൂപവിസ്മൃതി, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ആത്മാവിന് ദീനത, നിത്യമുക്തമായിരിക്കുന്ന ആത്മാവിന് ബന്ധം, ഇത് ഈശ്വരൻ്റെ മായ കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് യുക്തി കൊണ്ട് വിചാരം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനൊരു ദൃഷ്ടാന്തം പറയുന്നത്, ചിലപ്പോൾ സ്വപ്നത്തിൽ തൻ്റെ കഴുത്ത് മുറിക്കപ്പെട്ടതായും താൻ മരിച്ചതായിട്ടൊക്കെ കാണാറില്ലേ? എന്നാൽ ഉണർന്നു വരുമ്പോൾ തൻ്റെ കഴുത്തിന് യാതൊരു കേടുപാടോ ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെയാണ് ആത്മവിസ്മൃതിയിൽ മുഴുകുമ്പോൾ ജീവന് ബന്ധവും ദുഃഖവുമൊക്കെ ഉള്ളതായി തോന്നപ്പെടുന്നു. ഉള്ളതായി തോന്നപ്പെടുകയാണ്, ഉള്ളതല്ല പരമാർത്ഥത്തിൽ. വെള്ളത്തിൽ പ്രതിബിംബിച്ചതായ ചന്ദ്രൻ്റെ പ്രതിബിംബം വെള്ളം ഇളകുമ്പോൾ ഇളകുന്നതായിട്ട് തോന്നാറില്ലേ? എന്നാൽ വാസ്തവത്തിലുള്ള ചന്ദ്രന് ഇളക്കമുണ്ടാകുന്നുണ്ടോ? ഇല്ല. അതുപോലെ ബുദ്ധി, മനസ്സ്, ശരീരം ഇവയിൽ പ്രതിബിംബിക്കുന്നതായ ആത്മാവായ ജീവന് ആ ഉപാധികളുടെ ധർമ്മങ്ങളുള്ളതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഈ ശരീരത്തിലും മനസ്സിലുമൊക്കെയാണ് അഭിമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം ആത്മവിസ്മൃതിയാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. ബുദ്ധി, മനസ്സ്, ശരീരം ഇവയിൽ പ്രതിബിംബിക്കുന്ന ആത്മാവായ ജീവന് ഈ ഉപാധികളുടെ ധർമ്മങ്ങൾ ഉള്ളതായിട്ട് തോന്നപ്പെട്ടുകൊണ്ടിരിക്കണം. ഉപാധികൾ എന്ന് പറയുന്നത് ബുദ്ധി, മനസ്സ്, ശരീരം. ആത്മവിസ്മൃതിയാണ് അതിന് കാരണം സാധാരണ മനുഷ്യൻ ഒരിക്കലും താൻ ആത്മാവാണെന്ന് ചിന്തിക്കുന്നില്ല. താൻ ഈ ശരീരമാണ് തുടങ്ങിയ രീതിയിലാണ് ധരിക്കുന്നത്. മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കലാകുന്ന അനുഷ്ഠാനം കൊണ്ട് ഭക്തി ഉണ്ടാവും. ഭക്തി കൊണ്ട് ഭഗവാന്റെ അനുകമ്പയ്ക്ക് പാത്രീഭൂതനായി തീരാം. ഭഗവത് കാരുണ്യം കൊണ്ടും ഭക്തി കൊണ്ടും ആത്മവിസ്മൃതി സ്വരൂപമായ മായ സാവധാനത്തിൽ മറഞ്ഞുപോകും. എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവിൽ ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങിയാൽ അതോടുകൂടി എല്ലാവിധ ക്ലേശങ്ങളും അവസാനിക്കും. ഭഗവാൻ ശ്രീഹരിയുടെ ഗുണങ്ങളെ കേൾക്കലും കീർത്തിക്കലുമാകുന്ന അനുഷ്ഠാനം കൊണ്ട് തന്നെ മനസ്സ് ക്രമേണ അടങ്ങി വരും. അതോടുകൂടി എല്ലാവിധ ക്ലേശങ്ങളും നശിക്കും. ആ സ്ഥിതിക്ക് ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ദുഃഖം നശിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്ന് മൈത്രേയ മഹർഷി ചോദിക്കുകയാണ്. ഇങ്ങനെ മൈത്രേയ മഹർഷി വിതുരൻ്റെ സംശയത്തിന് മറുപടി പറഞ്ഞ സമയത്ത് വിതുരൻ വീണ്ടും പറയുന്നു, അങ്ങയുടെ ജ്ഞാനോപദേശം കൊണ്ട് എൻ്റെ സംശയം നീങ്ങിയിരിക്കുന്നു. പക്ഷേ ജീവൻ്റെ ബന്ധത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും സ്വരൂപം ശരിക്കും അങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ചഞ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. സംസാരാനുഭവം സർവേശ്വരൻ്റെ മായ കൊണ്ട് തോന്നപ്പെടുന്നതാണ് എന്ന് അങ്ങ് നിസ്സംശയ സ്വരൂപത്തിൽ പറഞ്ഞു തന്നു. പ്രപഞ്ചബോധം പരമാർത്ഥത്തിൽ ഇല്ലാത്തതും അടിസ്ഥാനരഹിതവുമാണ്. മായാഭ്രമമല്ലാതെ ലോകത്തിന് ആധാരമായിട്ട് യാതൊന്നും തന്നെയില്ല. ഒന്നും അറിയാത്ത പരമമൂഢന്മാർ തമോ ഗുണപ്രധാനികളാണ്. ദുഃഖം അറിയത്തക്ക വിധത്തിൽ അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അതിനാൽ അവർക്ക് ചിന്തയും ഒന്നുമില്ല, ക്ലേശവുമില്ല. ജ്ഞാനികളാകട്ടെ ബുദ്ധിക്ക് അതീതന്മാരാണ്. അവരെയും ക്ലേശങ്ങൾ ബാധിക്കുന്നില്ല. അവർ മൂഢത്വത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇനി തനി മൂഢനുമല്ല, എന്നാൽ ജ്ഞാനം ഉണ്ടായിട്ടുമില്ല. ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ആളുകൾക്കാണ് ദുഃഖം അനുഭവപ്പെടുന്നത് എന്ന് പറയുകയാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളാണ് പരമമായിട്ട് യാതൊരു ചിന്തയോ ആവലാതിയോ ക്ലേശങ്ങളോ ഒന്നുമില്ലാതെ ഇരിക്കുന്നത്, പരമമായിട്ടുള്ള സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. അത് 17-ാം ശ്ലോകത്തിൽ പറയുന്നു, യശ്ച മൂഢതമോ ലോകേ യശ്ച ബുദ്ധേ പരം ഗത താ ഉഭൗ സുഖമേധേതേ ക്ലിശ്യത്യന്തരിതോ ജനഃ. പരമമൂഢന്മാരായിട്ടുള്ള ആളുകൾക്കും പരമജ്ഞാനികൾക്കും യാതൊരു സംശയമോ
അതുവഴിയായി യാതൊരു ദുഃഖമോ ഉണ്ടാകുന്നില്ല. അവരെപ്പോഴും ആനന്ദതുന്തിലരായിട്ടാണ് ജീവിക്കുന്നത്. മൂഢനായിട്ടുള്ള ആൾക്കാർ നേരം വെളിച്ചാവുന്നു, അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, രാത്രിയാവുന്നു, അങ്ങനെ പോകുന്നു. ജ്ഞാനിക്കാണെങ്കിൽ ഇതെല്ലാം മായാമയമാണെന്ന് മനസ്സിലായിട്ട് അദ്ദേഹത്തിനും യാതൊരു ദുഃഖവുമില്ല. ക്ലിശതി അന്തരിതഃ ജനഃ, ഈ ഇടയ്ക്കുള്ള ആളുകളാണ് ആകെ ക്ലേശിക്കുന്നത്. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും, അതുകൊണ്ട് പരമമൂഢരുമല്ല. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനുള്ള ജ്ഞാനം ഉണ്ടായിട്ടില്ല. അവരാണ് ഇങ്ങനെ ക്ലേശിക്കുന്നത് എന്ന് പറയുന്നു. എന്താ ക്ലേശിക്കാൻ കാരണം? ആത്മാവിൽ നിന്ന് വേറെയായി തോന്നപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പ്രപഞ്ചം മിഥ്യയാണ് എന്ന ബോധം അവർക്ക് ഉറപ്പുണ്ടായിട്ടില്ല. അതാണ് അതിന് കാരണം. അങ്ങനെ ആത്മാവിൽ നിന്ന് വേറെയായി തോന്നപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ബോധം മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം പ്രപഞ്ച പ്രതീതിയെ അകറ്റാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങയുടെ പാദശുശ്രൂഷ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഞാൻ അകറ്റിക്കൊള്ളാം എന്ന് വിതുരൻ പറയുന്നു. അതായത് മഹാത്മാക്കളുടെ സേവ ചെയ്യുക, പാദശുശ്രൂഷ ചെയ്യുക, അതുപോലെ അവരുടെ അനുഗ്രഹം. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. തത്വദർശികളായ ആ മഹാത്മാക്കൾ ആ യഥാർത്ഥ ജ്ഞാനത്തെ നിനക്ക് ഉപദേശിച്ചു തരും. അതെങ്ങനെയാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള സന്ദർഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രണിപാതേന പരിപ്രശ്നേന സേവയാ തദ്വിദ്ധി. നമസ്കാരാദികളെ കൊണ്ടും ശുശ്രൂഷാദികളെ കൊണ്ടും ഗുരു ശുശ്രൂഷാദികളെ കൊണ്ടും അവരോട് സംശയങ്ങളെ ചോദിച്ചുകൊണ്ടും ആ സദ്ഗുരുക്കന്മാരുടെ അടുത്ത് കഴിഞ്ഞുകൂടി കഴിഞ്ഞാൽ അവർ തത്വദർശികളായ ആ ഗുരുനാഥന്മാർ ആ തത്വജ്ഞാനത്തെ ഉപദേശിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും വിതുരൻ പറയുന്നത്. അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കളുടെ പാദശുശ്രൂഷ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഞാൻ ആ പ്രപഞ്ച സത്യത്വ ബുദ്ധി അകറ്റിക്കൊള്ളാം. അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കളെ സേവിച്ചാൽ നിർവികാര സ്വരൂപിയായ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. ഭക്തി കൊണ്ട് രജോ ഗുണ തമോ ഗുണ വാസനകളൊക്കെ നീങ്ങി എല്ലാ ദുഃഖങ്ങളും നശിക്കും. പക്ഷേ വേണ്ടത്ര തപസ്സും പുണ്യവും ഇല്ലാത്തവർക്ക് ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഭക്തന്മാരുടെ ദർശനം എന്നുള്ളത് ദുർലഭമാണ്. മഹാത്മാക്കളുടെ ദർശനം, അവരെ ദർശിച്ചു കഴിഞ്ഞാൽ തന്നെ അവരോട് വേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കുക, അവരെ ശുശ്രൂഷിക്കാൻ സാധിക്കുക, ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തന്നെ വലിയ പുണ്യം ആവശ്യമാണ്. ആ പുണ്യമില്ലാത്തവർക്ക് അത് സാധിക്കില്ല. ഭഗവത് ഭക്തന്മാരെപ്പോഴും ദേവദേവനായ ഭഗവാനെ തന്നെ കീർത്തിച്ചുകൊണ്ടിരിക്കും. അത് കേട്ടുകഴിഞ്ഞാലോ നിശ്ചയമായിട്ടും ഭക്തി ഉണ്ടാവും. ആദ്യത്തിലും മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെ സൃഷ്ടിച്ച് അവ കൊണ്ട് ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ച് സർവവ്യാപിയായ ഭഗവാൻ അതിൽ പ്രവേശിച്ചിട്ടാണല്ലോ വിരാട് പുരുഷനായി തീർന്നത്. ആയിരക്കണക്കിന് കൈകാലുകളോട് കൂടിയതായിട്ടുള്ള വിരാട് പുരുഷനിലാണ് എല്ലാ ലോകങ്ങളും നിൽക്കുന്നതും. വിരാട് പുരുഷനിൽ നിന്ന് 10 വിധ പ്രാണങ്ങളും 10 ഇന്ദ്രിയങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ, ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകൾ ഇവയും 3 ഗുണങ്ങളോടുകൂടിയതായ സകല വസ്തുക്കളും ബ്രാഹ്മണര് മുതലായ 4 വർണ്ണങ്ങളും ഉണ്ടായതായിട്ട് അങ്ങ് പറഞ്ഞു തന്നു. ആ ഭഗവാന്റെ വിഭൂതികളെ എനിക്ക് വർണ്ണിച്ചു തരണം എന്നാണ് ഇവിടെ വിതുരൻ വീണ്ടും ചോദിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണല്ലോ ഇതെല്ലാം. അപ്പോൾ അവയിൽ നിന്നാണ് പുത്രപൗത്ര പരമ്പരയോടുകൂടിയതും ലോകം മുഴുവൻ നിറഞ്ഞതുമായിട്ടുള്ള പ്രജകളുണ്ടായത്. പ്രജാപതികളുടെ എല്ലാം അധിപതിയായ ബ്രഹ്മാവ് ഏതേത് പ്രജാപതികളെയാണ് സൃഷ്ടിച്ചത്? ആദ്യത്തിലുണ്ടായ സൃഷ്ടിയെയും പിന്നീടുണ്ടായിട്ടുള്ള സൃഷ്ടിഭേദങ്ങളെയും മന്വന്തര അധിപതികളായ മനുക്കളെയും അവരുടെ വംശപരമ്പരകളെയും ഒക്കെ എനിക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഭൂമിക്ക് മേലെയും താഴെയുമുള്ള ലോകങ്ങളുടെയും ഭൂലോകത്തിൻ്റെയും വലിപ്പം എത്രയാണ്?
മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ, ഇഴജന്തുക്കൾ, പക്ഷികൾ ഇവയുടെയും ജരായുജം, സ്വേദജം, ഉദ്ഭിജം, അണ്ഡജം ഇവയുടെയും സൃഷ്ടിഭേദങ്ങളെയും പറഞ്ഞു തരണം. 3 ഗുണങ്ങളിലൂടെയുള്ള അവതാരങ്ങളെ കൊണ്ട് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന ആ വിഷ്ണു ഭഗവാന്റെ ലീലകളെ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നാലും. ആകൃതി, ആചാരം, സ്വഭാവം ഇവയനുസരിച്ച് വർണ്ണാശ്രമധർമ്മങ്ങളെ തരംതിരിക്കുന്ന സമ്പ്രദായം, ഋഷിമാരുടെ ജന്മങ്ങളും കർമ്മങ്ങളും, വേദത്തിൻ്റെ വിഭാഗം, യാഗത്തിൻ്റെ ചടങ്ങുകൾ, ധ്യാനയോഗത്തിൻ്റെ സമ്പ്രദായം, കർമ്മസന്യാസരൂപമായ ജ്ഞാനയോഗം, സാഖ്യയോഗം ഇവയുടെ മാർഗങ്ങൾ, ഭഗവാൻ ഉപദേശിച്ചതായ ഭക്തിയോഗ രഹസ്യം, വേദവിരുദ്ധമായിരിക്കുന്ന പാഖണ്ഡമതത്തെ അവലംബിച്ചാൽ ഉണ്ടാകുന്നതായ ദോഷം, പ്രതിലോമം കൊണ്ട് സങ്കരജാതികൾ ഉണ്ടായതായ സമ്പ്രദായം, ജീവന്റെ മരണാനന്തര ഗതികൾ, സത്വാദി ഗുണങ്ങളെക്കൊണ്ടും കർമ്മങ്ങളെക്കൊണ്ടും ഉണ്ടാകുന്നതായ ഗതികൾ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് പരസ്പരം വിരോധം വരാത്ത രീതിയിലുള്ള അവയുടെ അനുഷ്ഠാനങ്ങൾ, കൃഷി, വ്യവസായം, ശിക്ഷാ നടപടികൾ, വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾക്ക് വിരുദ്ധമായ നടപടി, ശ്രാദ്ധത്തിൻ്റെ അനുഷ്ഠാനം, പിതൃദേവന്മാരുടെ ഉത്പത്തി, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ ഇവയുടെ കാലചക്രത്തിലെ നിലനിൽപ്പ്, ദാനം, തപസ്, യാഗം മുതലായ വൈദിക കർമ്മങ്ങൾ, പരോപകാര പ്രവൃത്തികൾ ഇവയുടെയൊക്കെ ഫലം, അന്യനാട്ടിലേക്ക് പോയവരുടെ ആചാരക്രമം, ആപത്തിൽപ്പെട്ടാൽ അനുഷ്ഠിക്കാവുന്നതായ ധർമ്മങ്ങൾ, ധർമ്മത്തിന് കാരണഭൂതനായ ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കുന്നതിനുള്ള അനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. അനുസരണശീലമുള്ള ശിഷ്യർക്കും പുത്രന്മാർക്കും ദീനവത്സലരായ ഗുരുനാഥന്മാർ ചോദിക്കാത്തതുകൂടി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. മുൻപറഞ്ഞതായ മഹത്വത്വം മുതലായ തത്വങ്ങളുടെ പ്രളയം എത്ര വിധത്തിലാണ് ഉള്ളത്? പ്രളയകാലത്ത് ഏതേതു തത്വങ്ങളാണ് ലയിക്കാതെ സർവേശ്വരനായ ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുക? ഏതേതു തത്വങ്ങളാണ് പ്രളയത്തിൽ ഭഗവാനിൽ ലയിക്കുന്നത്? ജീവന്റെയും പരമാത്മാവിൻ്റെയും സ്വരൂപം എന്താണ്? ഗുരുശിഷ്യ ബന്ധം എന്താണ്? വേദത്തിൽ പറഞ്ഞ ജ്ഞാനം എന്നുള്ളത് ശരിക്കും എന്താണ്? ആ ജ്ഞാനപ്രാപ്തിക്ക് വിദ്വാൻമാർ ഉപദേശിച്ചിരിക്കുന്ന അനുഷ്ഠാനം എന്താണ്? ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണം. ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും എങ്ങനെയാണ് ഉണ്ടാവുക? ഭഗവാന്റെ ലീലകളെ വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവനും മായ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവനും അജ്ഞനുമായിരിക്കുന്ന എന്നിൽ വാത്സല്യം തോന്നി എൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്ന് എന്നെ സദയം അനുഗ്രഹിച്ചാലും. 4 വേദങ്ങളും പഠിക്കുക, യാഗങ്ങൾ, തപസ്, ദാനം ഇവ ചെയ്യുക, ഇവയൊക്കെ തന്നെയും ജീവന് ജ്ഞാനോപദേശത്തിലൂടെ അഭയം കൊടുത്ത് അനുഗ്രഹിക്കുന്ന പുണ്യത്തിൻ്റെ നേരിയൊരംശം പോലും ആയിത്തീരില്ല. അതാണ് ജ്ഞാനദാനത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കാര്യം എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജ്ഞാനം ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ജീവന് ആ തത്വജ്ഞാനത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. 4 വേദങ്ങളും പഠിച്ചാലും, വലിയ വലിയ യാഗങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും, വലിയ തപസ്സുകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും, മഹാദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ശരി, ഇതിൻ്റെയൊക്കെ ആ പുണ്യമെന്ന് പറയുന്നത് ഒരു ജീവന് ജ്ഞാനോപദേശത്തിലൂടെ അഭയം കൊടുത്ത് അനുഗ്രഹിക്കുന്ന പുണ്യത്തിൻ്റെ നേരിയ ഒരംശം പോലും ആയിത്തീരില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഗുരുവംശത്തിൽ പ്രധാനിയായ വിതുരൻ ഭഗവത് കഥകൾ കീർത്തിക്കാൻ പ്രേരിപ്പിച്ച സമയത്ത് പുരാണത്തിൽ അഗാധ ജ്ഞാനമുള്ളവനും മുനിപ്രമുഖനുമായിരിക്കുന്ന മൈത്രേയ മഹർഷി സന്തോഷത്തെ പ്രകാശിപ്പിക്കുന്ന പുഞ്ചിരിയോടെ മറുപടി പറയാൻ ആരംഭിച്ചു. 41-ാം ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാനാനി ച നഘ ജീവാഭയപ്രദാനസ്യ ന കുർവീരൻ കലാമപി. ഒരംശം പോലും ആകില്ല എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ശ്ലോകം 41-ാം ശ്ലോകത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. 7-ാം അധ്യായം.
ഇനി 8-ാം അധ്യായം മുതൽ സംഘർഷണ ഭാഗവതം എന്ന് പറയും. ഭാഗവതത്തിന് 2 പരമ്പരകളെ പറയുന്നുണ്ട്. അത് നമുക്ക് ഈ അധ്യായത്തിലൂടെ കേൾക്കാം. ഇവിടെ മൈത്രേയ മഹർഷി ആ ഭാഗവതത്തിൻ്റെ പരമ്പര ഉപദേശിക്കുന്നു. സംഘർഷണ ഭാഗവതമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിച്ച്, നേരത്തെ പറഞ്ഞ കഥകൾ ഇവിടെ ആവർത്തിച്ചു വരും. സൃഷ്ടി പ്രക്രിയയൊക്കെ ആവർത്തിച്ച് പറയുന്നത് ഈ സംഘർഷണ ഭാഗവതത്തിൻ്റെ ശൈലി ആയതുകൊണ്ടാണ്. 8-ാം അധ്യായത്തിൽ മൈത്രേയ മഹർഷി വിതുരനോട് മറുപടി പറയാൻ തുടങ്ങുകയാണ്. പൂരുവിൻ്റെ വംശം എന്നുള്ളത് സജ്ജനങ്ങൾക്ക് ആശ്രയിക്കത്തക്കതായി തീർന്നിരിക്കുന്നു. കാരണം ഭഗവാനെ സർവാത്മന ആശ്രയിച്ചവനും ലോകപാലനും ധർമ്മരാജാവുമായ അങ്ങ് ആ വംശത്തിൽ ജനിച്ചുവല്ലോ. അപ്പോൾ തീർച്ചയായും ഭഗവത് കഥകൾ ഒരാൾക്ക് കേൾക്കണം എന്ന ആഗ്രഹം തോന്നിയാൽ തന്നെ അയാളുടെ കുലം പവിത്രമായി തീരും, ജന്മം സഫലമായി തീരും എന്നാണ്. അതുകൊണ്ടാണ് വിതുരനെ പോലെ ഒരാൾ ജനിച്ചതുകൊണ്ട് തന്നെ ആ കുലം പവിത്രമായി തീർന്നു, ശ്രേഷ്ഠമായി തീർന്നു എന്ന് പറയുന്നത്. അങ്ങ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പുണ്യകഥകളെ വീണ്ടും വീണ്ടും കേൾക്കാൻ ഔത്സുക്യം പ്രകടിപ്പിച്ച് മുൻപ് നടന്ന ഭഗവത് കഥകളെ നൂതനങ്ങളാക്കി തീർക്കുന്നു. ലോകത്തിൽ മിക്ക ആളുകളും തുച്ഛമായ സുഖത്തിന് വേണ്ടി അവസാനമില്ലാത്ത ദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതാണ് ലോകത്തിൻ്റെ ഒരു സ്വഭാവം. സോഹം നൃണാം ക്ഷുല്ല സുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ. സുഖം കിട്ടുമെന്നുള്ളതായ ആ ഒരു സങ്കല്പത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി അവസാനമില്ലാത്ത ദുഃഖങ്ങൾ എത്രയും അവരനുഭവിക്കുന്നു. അവരുടെ ദുഃഖം നിശേഷം നശിക്കാനായി ഞാൻ അങ്ങേക്ക് ഭാഗവത പുരാണത്തെ ഉപദേശിച്ചു തരാം. ഈ പുരാണം ശ്രദ്ധയോടെ കേൾക്കുകയാണ് എങ്കിൽ ദുഃഖനിവൃത്തിയും ശാശ്വത സുഖപ്രാപ്തിയും സാധിക്കും. നമ്മൾ നേരത്തെ കേട്ടതായിട്ടുള്ള ഭാഗവതം എന്നുള്ളത് ആദിനാരായണനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു. ആ ബ്രഹ്മാവ് തൻ്റെ പുത്രനായിരിക്കുന്ന നാരദന് ഉപദേശിച്ചു. നാരദൻ വ്യാസമഹർഷിക്ക് ഉപദേശിച്ചു. വ്യാസമഹർഷി ഭാഗവതം രചിച്ച് 18,000 ഗ്രന്ഥങ്ങളുള്ളതായ ഭാഗവതം രചിച്ച് തൻ്റെ പുത്രനായിരിക്കുന്ന ശ്രീശുകനെ പഠിപ്പിച്ചു. ആ ശ്രീശുകൻ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്ത് ഇരിക്കുന്നതായ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചു. അവിടെ വെച്ച് കേട്ടതായിട്ടുള്ള ആ സൂതൻ പിന്നീട് ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നു. ഇതാണ് ഭാഗവതത്തിൻ്റെ വ്യാസപരമ്പര എന്നുള്ളത്. എന്നാലിവിടെ സംഘർഷണ ഭാഗവതം എന്നുള്ളത് വേറൊരു രീതിയിലാണ്. സനകാദികൾക്ക് ഭഗവാൻ സംഘർഷണമൂർത്തി ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ഭാഗവതം. പാതാളലോകത്തിനും താഴെയാണ് സംഘർഷണമൂർത്തിയായ ഭഗവാൻ ഇരുന്നരുളുന്നത്. ആദിദേവനും ജ്ഞാനത്തിനൊരിക്കലും മുറിവില്ലാത്തവനുമാണ് സംഘർഷണമൂർത്തി. ഒരു ദിവസം സനകാദി മഹർഷിമാർ സംഘർഷണ ഭഗവാനോട് തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാം എന്ന ആഗ്രഹത്തോടു കൂടി ചോദിച്ചു. തനിക്ക് ആശ്രയീഭൂതനും വാസുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നവനും സച്ചിദാനന്ദ സ്വരൂപിയുമായ ഭഗവാനെ ധ്യാനത്താൽ ആരാധിക്കുന്നവനും മനസ്സ് അന്തർമുഖമായി തീർന്നതിനാൽ കുറച്ചൊന്നടഞ്ഞുപോയ നേത്രകമലങ്ങളോടുകൂടിയവനും സനകാദികളെ കാരുണ്യത്തോടെ കടാക്ഷിക്കുന്നവനുമായിരുന്നു ആ സംഘർഷണ ഭഗവാൻ. നാഗരാജകുമാരിമാർ യോഗ്യനായ പതിയെ ലഭിക്കുന്നതിന് വേണ്ടി പല പൂജാദ്രവ്യങ്ങളെ കൊണ്ട് സംഘർഷണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭക്തിയോടെ പൂജിക്കുന്നു. ഗംഗാ സ്നാനം കൊണ്ട് നനഞ്ഞ ജടകളോടുകൂടിയ സനകാദികൾ ആ സംഘർഷണമൂർത്തിയെ നമസ്കരിച്ചു. ഭക്തി നിറഞ്ഞ സ്തോത്രങ്ങളെ കൊണ്ട് ഗദ്ഗത കണ്ഠത്തോടെ അവർ ഭഗവാനെ സ്തുതിച്ചു, അതായത് സംഘർഷണമൂർത്തിയെ സ്തുതിച്ചു. ഭഗവാന്റെ മഹിമ അറിയുന്നവരായിരുന്നു സനകാദികൾ. 1000 ശിരസുകളോട് കൂടിയതായ സംഘർഷണൻ അവയോരോന്നിലും മിന്നിത്തിളങ്ങുന്ന പൊൻകിരീടങ്ങൾ അണിഞ്ഞിരുന്നു. അങ്ങനെ ഇരുന്നരുളുന്നതായ സംഘർഷണമൂർത്തിയോടാണ്
ഭഗവാൻ വാസുദേവൻ്റെ പരമാർത്ഥ തത്വത്തെപ്പറ്റി സനകാദികൾ ചോദിച്ചത്. അവരുടെ ചോദ്യത്തിന് മറുപടിയായി ജ്ഞാനസ്വരൂപനായ സംഘർഷണ ഭഗവാൻ നിവൃത്തിമാർഗ നിരതരായ മഹർഷിമാർക്ക് ഭാഗവതം ഉപദേശിച്ചു. അവരിൽ സനൽകുമാര മഹർഷി, 4 പേരാണല്ലോ, സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ. ആ സംഘർഷണമൂർത്തിയിൽ നിന്ന് കേട്ടതായിട്ടുള്ള ഭാഗവതത്തെ സനൽകുമാര മഹർഷി പിന്നീട് സാംഖ്യായന മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. പരമഹംസന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന സാംഖ്യായനൻ ഈ പുരാണത്തെ ബൃഹസ്പതിക്കും എൻ്റെ ഗുരുവായ പരാശര മഹർഷിക്കും ഉപദേശിച്ചു. പരാശര മഹർഷി പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹത്താൽ ഈ ഭാഗവതം എനിക്ക് ഉപദേശിച്ചു തന്നു. അതായത് മൈത്രേയ മഹർഷിക്ക്. ശ്രദ്ധാലുവും അനുസരണമുള്ള ശിഷ്യനുമായ അങ്ങേക്ക്, ഹേ വിതുര, ഞാനിതാ ഈ ഭാഗവതം ഉപദേശിച്ചു തരാം. ഇപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ പുത്രനും പരാശര മഹർഷിയുടെ പിതാവുമായിരിക്കുന്ന ശക്തി എന്ന ഋഷിയെ ഒരു രാക്ഷസൻ കൊന്നതുകൊണ്ട് കോപാവിഷ്ടനായിരിക്കുന്ന പരാശര മഹർഷി രാക്ഷസവർഗത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി അത്യുഗ്രമായിട്ടുള്ള ഒരു ആഭിചാര സത്രം ആരംഭിച്ചു. രാക്ഷസന്മാരെ സമൂലം നശിപ്പിക്കാനുള്ള യാഗത്തിൽ നിന്ന് പരാശരനെ വസിഷ്ഠ മഹർഷി നല്ല വാക്കുകൾ പറഞ്ഞ് നിവർത്തിപ്പിച്ചു. വസിഷ്ഠൻ്റെ ഉപദേശത്തെ മാനിച്ച് പരാശരൻ പിന്നീട് യാഗം വേണ്ട എന്ന് വെച്ചു. പുലസ്ത്യ മഹർഷിയുടെ വംശത്തിൽപ്പെട്ടവരാണ് രാക്ഷസന്മാർ. അവരെ മുഴുവൻ സംഹരിക്കലാകുന്ന പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിച്ചതിൽ സന്തുഷ്ടനായ പുലസ്ത്യ മഹർഷി അങ്ങ് അതിശ്രേഷ്ഠമായ ഒരു പുരാണത്തിൻ്റെ ഉപദേഷ്ടാവായി തീരും എന്ന് പരാശരനെ അനുഗ്രഹിച്ചിരുന്നു. ആ അനുഗ്രഹ പ്രഭാവം കൊണ്ടാണ് പരാശര മഹർഷി ഭാഗവതത്തെ മൈത്രേയ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തത്. അതാണ് പിന്നീട് വിഷ്ണുപുരാണം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നത്. ഭാഗവതവും വിഷ്ണുപുരാണവും പ്രതിപാദിക്കുന്നത് ഒരേ തത്വത്തെ തന്നെയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ലോകമെല്ലാം അവിടെ ആ മൈത്രേയ മഹർഷി ഉപദേശിച്ചു കൊടുക്കുകയാണ് വിതുരന്. ഈ ലോകമൊക്കെ ഒരു കാലത്ത് പ്രളയജലത്തിൽ മുങ്ങി ലയിച്ചിരുന്നു. അപ്പോൾ ഏകനായ ഭഗവാൻ ശ്രീ നാരായണൻ തൻ്റെ സ്വരൂപാനന്ദത്തിൽ മുഴുകിയവനായി യാതൊരു പ്രവർത്തനവും ഇല്ലാതെ അനന്തനാകുന്ന മെത്തയിൽ യോഗനിദ്രയിൽ മുഴുകി കണ്ണുകളടച്ച് കിടന്നിരുന്നു. യോഗനിദ്രയിലാണ് കിടന്നിരുന്നത്. ആദിനാരായണൻ തൻ്റെ ശരീരാന്തർഭാഗത്ത് സൂക്ഷ്മഭൂതങ്ങളെയെല്ലാം ലയിപ്പിച്ച് കാലസ്വരൂപമായ തൻ്റെ ശക്തിയെയും തന്നിൽ ലയിപ്പിച്ചുകൊണ്ടാണ് കാരണജലത്തിൽ ശയിച്ചത്. 1000 ചതുർയുഗങ്ങളാണ് നൈമിത്തിക പ്രളയത്തിൻ്റെ കാലം. അത്രയും കാലം ഭഗവാൻ യോഗനിദ്രയിൽ മുഴുകിക്കഴിഞ്ഞു. പ്രളയ അവസാനത്തിൽ തന്നെ ഉണർത്തണം എന്ന് ഭഗവാൻ കാലശക്തിയോട് നേരത്തെ തന്നെ ആജ്ഞാപിച്ചിരുന്നു. കാലശക്തിയാൽ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തപ്പെട്ടതായ ഭഗവാൻ തന്നിൽ ലയിച്ചിരുന്ന ലോകങ്ങളെ കണ്ടു. ലോകസൃഷ്ടിക്ക് ഉപകരിക്കുന്ന ഭൂതസൂക്ഷ്മത്തിൽ ഭഗവാന്റെ സങ്കല്പരൂപത്തിലുള്ളതായ ദൃഷ്ടി പതിഞ്ഞു. അതോടെ ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചിരുന്നതായ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളെ കാലശക്തി കൊണ്ട് വികാരം പ്രാപിച്ച രജോ ഗുണം സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് സൂക്ഷ്മപ്രപഞ്ചത്തിൻ്റെ ബീജം ഉൾക്കൊണ്ട ഒരു താമരമൊട്ട് ഭഗവാന്റെ നാഭിയിലൂടെ പുറമേക്ക് വന്നു. ഭഗവാനിൽ നിന്നുണ്ടായ ആ താമരമൊട്ട് കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതായി പ്രളയജലത്തെ തൻ്റെ തേജസ്സിനാൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ജലത്തിനു മീതെ പൊങ്ങി വന്നു. ലോകത്തിൻ്റെ മുഴുവൻ ബീജം ഉൾക്കൊണ്ടതായ ആ താമരപ്പൂവിൽ വിഷ്ണു ഭഗവാൻ പൂർണ്ണമായി ആവേശിച്ചു. അതോടുകൂടി ആ താമരപ്പൂവിൽ നിന്ന് വേദസ്വരൂപനായ ബ്രഹ്മദേവനുണ്ടായി. സ്വയം ഭവിച്ചതിനാൽ ബ്രഹ്മാവ് സ്വയംഭൂ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു. താമരപ്പൂവിൻ്റെ കർണികയിലിരുന്ന് ലോകമൊന്നും കാണാത്തതിനാൽ ബ്രഹ്മാവ് 4 ഭാഗത്തേക്കും നോക്കി. അതിനാൽ അദ്ദേഹത്തിന് 4 മുഖങ്ങളുണ്ടായി. പ്രളയകാലത്തെ വായുവിൻ്റെ ശക്തി കൊണ്ട് ഇളകിമറിയുന്ന തിരമാലകളോടുകൂടിയ ജലത്തിലെ താമരയിലിരിക്കുന്നതായ ബ്രഹ്മാവ് ലോകത്തിൻ്റെ സാരമായ താമരയെയോ തന്നെ പോലുമോ അറിഞ്ഞില്ല. ഈ താമരപ്പൂവിലിരിക്കുന്ന ഞാൻ ആരാണ്? നോക്കെത്താത്ത ഈ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ താമര എവിടെ നിന്നാണ് ഉണ്ടായത്? ഇതിനെന്തെങ്കിലും ഒരു ആശ്രയം തീർച്ചയായിട്ടും കാണും എന്നിങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ആ താമരത്തണ്ടിനുള്ളിലൂടെ താഴോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി.
ഏകദേശം 100 സംവത്സരക്കാലം ഇങ്ങനെ സഞ്ചരിച്ചിട്ടും ബ്രഹ്മദേവന് താമരയുടെ ഉത്പത്തി സ്ഥാനം കാണാൻ കഴിഞ്ഞില്ല. നിരാശനായ ബ്രഹ്മാവ് തൻ്റെ ആ ഇരിപ്പിട സ്ഥാനത്തേക്ക് തന്നെ, താമരയുടെ മുകൾ ഭാഗത്തേക്ക് തന്നെ മടങ്ങി വന്നു. വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും പ്രാണായാമം കൊണ്ട് പ്രാണചലനത്തെയും അടക്കി ബ്രഹ്മദേവൻ 100 സംവത്സരക്കാലം തപസ്സു ചെയ്തു. തപസ്സിൻ്റെ അവസാനത്തിൽ ബ്രഹ്മദേവൻ തൻ്റെ ഹൃദയത്തിൽ തനിക്ക് അധിഷ്ഠാനമായ തത്വത്തെ കണ്ടു. 1000 കിരീടങ്ങൾ അണിഞ്ഞവനും പ്രളയാന്ധകാരത്തെ നശിപ്പിക്കുന്ന ശോഭയോടുകൂടിയവനും താമര വളയം പോലെ വെളുത്ത ശരീരത്തോടു കൂടിയവനുമായ ആദിശേഷനെയും ആദിശേഷനിൽ യോഗനിദ്രയിൽ മുഴുകിക്കിടക്കുന്നതായ പരമപുരുഷനെയും ബ്രഹ്മാവ് കണ്ടു. സന്ധ്യാമേഘങ്ങളാകുന്ന മഞ്ഞപ്പട്ടണിഞ്ഞവനും സസ്യങ്ങൾ, സുഗന്ധപുഷ്പങ്ങൾ ഇവയാൽ നിർമ്മിതമായ വനമാലയണിഞ്ഞവനും മുളകളാകുന്ന കൈകളോടും വൃക്ഷങ്ങളാകുന്ന കാലുകളോടും കൂടിയവനും മരതക മല പോലെ ശോഭിക്കുന്നവനുമായ ഭഗവാനെ ബ്രഹ്മദേവൻ കണ്ടു. പലവിധ ദിവ്യാഭരണങ്ങളുടെയും ദിവ്യപട്ടാമ്പരങ്ങളുടെയും ശോഭയോടുകൂടിയതും 3 ലോകങ്ങളെയും ഉള്ളിൽ ധരിച്ചിരിക്കുന്നതും നീളം കൊണ്ടും വിസ്താരം കൊണ്ടും അപാരവും ഉപമിക്കാൻ കഴിയാത്തതുമായിരുന്നു ബ്രഹ്മാവ് കണ്ട ഭഗവത് സ്വരൂപം. നഖങ്ങളാകുന്ന ചന്ദ്രന്മാരുടെ രശ്മികളാൽ ശോഭിക്കുന്നതും ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ വർഷിച്ചു കൊടുക്കുന്നതുമായിരുന്നു ഭഗവാന്റെ അതിമനോഹരങ്ങളായ പാദപങ്കജങ്ങൾ. ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖത്തെ ശമിപ്പിക്കുന്ന പുഞ്ചിരിയാൽ ശോഭിക്കുന്നതും മകരകുണ്ടലങ്ങൾ പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളോട് കൂടിയതുമായിരുന്നു ഭഗവാന്റെ മുഖം. ചുവന്ന ചുണ്ടുകളോടും ഭംഗിയുള്ള നാസികയോടും സുന്ദരങ്ങളായ പുരികക്കൊടികളോടും കൂടി ശോഭിക്കുന്ന മുഖാരവിന്ദത്താൽ ഭക്തന്മാരെ അനുഗ്രഹിച്ചരുളുന്ന ഭഗവാനെ ബ്രഹ്മദേവൻ കണ്ടു. കടമ്പിൻ പൂവിൻ്റെ അല്ലി പോലെ മഞ്ഞ നിറത്തിലുള്ളതായ പട്ടാമ്പരത്താലും ശ്രീവത്സം എന്ന മറുകിനാലും മുത്തുമാലകളാലും ശോഭിക്കുന്ന ഭഗവാനെ ബ്രഹ്മദേവൻ കണ്ടു. തോൾവളകളിൽ ശോഭിക്കുന്നത് രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനും തോൾവളകളിൽ ശോഭിക്കുന്നതായിട്ടുള്ള മനോഹര രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനും ചന്ദനവൃക്ഷം പോലെ ശോഭിക്കുന്നവനുമായിരിക്കുന്ന ആ ഭഗവാൻ ചരാചരങ്ങളായ ജീവജാലങ്ങളുടെ വാസസ്ഥാനമായി ആദിശേഷനാകുന്ന സർപ്പശ്രേഷ്ഠൻ്റെ ബന്ധുവായി ജലത്താൽ ചുറ്റപ്പെട്ടവനായി കിരീടങ്ങളാകുന്ന അനേകം കൊടുമുടികളോടു കൂടിയവനായി മാറിലണിഞ്ഞ കൗസ്തുഭരത്നത്തോടു കൂടിയവനായി പർവ്വത സമാനനായിരിക്കുന്ന ഭഗവാനെയാണ് ബ്രഹ്മദേവൻ കണ്ടത്. വേദങ്ങളാൽ വാഴ്ത്തി സ്തുതിക്കപ്പെടുന്നവനും തൻ്റെ കീർത്തിസ്വരൂപമായ വനമാലയണിഞ്ഞവനും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവർക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്തവനും 3 ലോകങ്ങളിലും വ്യാപിച്ച തേജസ്സോടുകൂടിയ സുദർശനചക്രം മുതലായ ആയുധങ്ങളാൽ ആർക്കും എതിർക്കാൻ കഴിയാത്ത വിധത്തിലുള്ളവനുമായിരിക്കുന്ന ആ ഭഗവാനെ കണ്ടു. ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരപ്പൂവിനെയും അതിലിരിക്കുന്നതായ തന്നെയും പ്രളയജലത്തെയും വായുവിനെയും ആകാശത്തെയും ബ്രഹ്മാവ് കണ്ടു. ലോകസൃഷ്ടിയിൽ മനസ്സിരുത്തിയിരുന്നതായ അദ്ദേഹം ഇതിനപ്പുറം ഒന്നും കണ്ടില്ല. രജോ ഗുണത്തോട് ചേർന്നിരിക്കുന്നവനും പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവനുമായ ബ്രഹ്മദേവൻ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനിൽ ചിത്തം ഉറപ്പിച്ചവനായിട്ട് ഭക്തിയോടുകൂടി ആ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 8ാം അധ്യായം കഴിയുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.